ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 53-ാം തിരുവചനം. അവൻ ജെറുസലേമിലേക്ക് പോവുകയായിരുന്നതുകൊണ്ട് അവർ അവനെ സ്വീകരിച്ചില്ല. പരിശുദ്ധ തൃത്യേക ദൈവത്തിന് സ്തുതി. ജെറുസലേമിലേക്ക് പോകുന്ന യേശു സമരിയക്കാരുടെ ഒരു ഗ്രാമത്തിലൂടെ കടന്നു പോകുന്ന സമയം. എന്തുകൊണ്ടായിരിക്കാം യഹൂദരോട് ശത്രുതാ മനോഭാവമുണ്ടായിരുന്ന സമരിയക്കാരുടെ ഗ്രാമത്തിലൂടെ യേശു പോകുവാൻ തീരുമാനിച്ചത്? ഒരു കാരണം യേശുവിനറിയാം, യഹൂദരും സമര്യരും തമ്മിലുള്ള വൈരാഗ്യം ശക്തമാണ്. എങ്കിലും ഗലീലിൽ നിന്നധികം വളയാതെ ഏറ്റവും എളുപ്പത്തിൽ ജെറുസലേമിലേക്ക് പോകുവാനുള്ള വഴിയാണ് സമര്യരുടെ ഗ്രാമത്തിലൂടെയുള്ള യാത്ര. ഏകദേശം 30 കിലോമീറ്ററോളം യാത്ര, ഒരു ദിവസത്തെ യാത്രാ ദൂരം കുറയ്ക്കുവാൻ സാധിക്കുന്ന വഴി. എന്നാൽ മറ്റൊരു കാരണം കൂടി യേശുവിനുണ്ടായിരുന്നിരിക്കണം. സമര്യരും യഹൂദരും തമ്മിൽ നിലനിൽക്കുന്ന ഭിന്നിപ്പ് മാറ്റാം എന്നും അവർ തമ്മിലുള്ള വൈരാഗ്യത്തിൻ്റെ മതിലുകൾ തകർക്കണം എന്നും യേശുവിനൊരാഗ്രഹം ഉണ്ടായിരുന്നിരിക്കണം. വിശുദ്ധ നഗരമായ ജെറുസലേമിലേക്ക് തിരുനാൾ അവസരത്തിൽ യാത്ര ചെയ്യുന്ന യഹൂദരോട് സമരിയക്കാർക്ക് എന്നും എതിർപ്പായിരുന്നു. കാരണം അവരുടെ വിശ്വാസമനുസരിച്ച് ഗെരിസീം ആണ് അവരുടെ വിശുദ്ധ നഗരം, ജെറുസലേം അല്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ സമരിയ ഗ്രാമത്തിലൂടെ കടന്നു പോകുന്ന യേശുവിനെ അവർ തിരസ്കരിക്കുകയാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നാം കാണുന്ന മറ്റൊരു സമരിയ ഗ്രാമമുണ്ട്. അന്ന് കിണറ്റിൻകരയിൽ വെച്ച് യേശുവുമായി സംസാരിച്ച ആ സമരിയ സ്ത്രീയുടെ സാക്ഷ്യം കേട്ട് യേശുവിൻ്റെ ശുശ്രൂഷയുടെ ആരംഭഘട്ടത്തിൽ ആ ഗ്രാമവാസികൾ യേശുവിൽ വിശ്വസിച്ചതായി നാം വായിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് സമരിയയിലെ തന്നെ മറ്റൊരു ഗ്രാമത്തിലെ അന്തേവാസികൾ യേശുവിനെ തിരസ്കരിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ സമരിയയിലെ ആ ഗ്രാമം ലോകത്തിൻ്റെ രക്ഷകനായി യേശുവിനെ അംഗീകരിക്കുമ്പോൾ, ഇവിടെ ഇതാ മറ്റൊരു ഗ്രാമവാസികൾ യേശുവിൻ്റെ ജെറുസലേമിലേക്കുള്ള അന്തിമ യാത്രയിൽ മനോവേദനയുടെ വഴിയിൽ യേശുവിനെ നിഷേധിക്കുകയാണ്. തൻ്റെ ശിഷ്യന്മാരുടെ മുഴുവൻ കോപം ജ്വലിക്കുന്ന വിധത്തിൽ ആ ഗ്രാമവാസികൾ യേശുവിനെ തിരസ്കരിക്കുന്ന സമയം. അന്നും ഇന്നും നമ്മുടെ ഇടയിലും കാണാമല്ലേ ഇങ്ങനെയുള്ള 2 കൂട്ടരെ. യേശുവിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർ, തങ്ങളുടെ ജീവിതത്തിലേക്ക് യേശുവിനെ സ്വീകരിക്കുന്നവർ. എന്നാൽ മറ്റൊരു കൂട്ടർ വലിയ വിശ്വാസമൊന്നുമില്ലാതെ യേശുവിനെ നിഷേധാത്മകമായി മാത്രം കണ്ട് യേശുവിനെ ആരാധിക്കുവാനോ മഹത്വപ്പെടുത്തുവാനോ സാധിക്കാതെ ജീവിക്കുന്നവർ. എന്നാൽ നാം കാണുന്നു, തന്നെ നിഷേധിക്കുന്ന ആ സമൂഹത്തെയും സ്നേഹിക്കുന്ന യേശുവിനെ തൻ്റെ കുരിശുമരണത്തിനും പുനരുത്ഥാനത്തിനും സ്വർഗാരോഹണത്തിനും ശേഷം തൻ്റെ ഒരു പ്രിയ ശിഷ്യൻ ഫിലിപ്പോസിലൂടെ ആ സമരിയ ദേശവാസികൾ മുഴുവൻ യേശുവിൽ വിശ്വസിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. അതെ, അന്നും ഇന്നും നാം ഓരോരുത്തരെയും, പ്രത്യേകിച്ച് യേശുവിനെ നിഷേധിക്കുന്നവരെയും സ്നേഹിക്കുന്ന യേശു, ചേർത്ത് നിർത്തുന്ന യേശു. ആ യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ മുൻപിൽ അടിയറവ് വയ്ക്കുവാൻ നമ്മുടെ നിഷേധാത്മക മനസ്സിനെ, നമ്മുടെ അഹന്തയും അഹംഭാവമുള്ള മനസ്സിനെ എപ്പോഴും സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ദിവസം നേരുന്നു.